ഞാനിവിടെ ഒരു ഗ്രാമർ എഴുതാൻ പോവാണ്. A gives B C D. ഇതൊരു പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരിക്കൽ കൂടെ ഞാൻ ഒന്ന് അതിനെ റിഫ്രഷ് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിൾ ആയി. A gives B C D is a production. ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്, ആർക്കും ഒരു സംശയമില്ല. ഇതില് 4 നോൺ ടെർമിനൽസ് ഉണ്ട്, A B C D. These non-terminals are also called variables. ഇതിനെ വേരിയബിൾസ് എന്ന് കൂടി പറയുന്നു. And this grammar can be represented using parts tree. Parts tree യൂസ് ചെയ്ത് ഈ ഗ്രാമറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് നമുക്കറിയാം, പാർട്സ് ട്രീ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നും അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിന്റാക്സ് അനാലിസിസ് ഫേസിൽ പഠിച്ചു കഴിഞ്ഞു. And here we want to add some semantic information with this grammar or with this production. ഈ പ്രൊഡക്ഷന്റെ കൂടെ കുറച്ച് സെമാന്റിക് ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സെമാന്റിക് ഇൻഫർമേഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷന്റെ ഓരോ വേരിയബിളിന്റെയും കൂടെ നമ്മൾ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുന്നു എന്ന് അർത്ഥം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ആഡ് some attributes with each one of the variable in the production. So semantic information ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇതിന്റെ semantic information ഞാൻ എഴുതുകയാണ്. semantic rule ഞാൻ എഴുതുകയാണ്. A dot val equal to B dot val A dot val equal to B dot val. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കുക, ഈ ബിയുടെയും സിയുടെയും ഡിയുടെയും ഇടയിൽ ഒരു ഓപ്പറേറ്റേഴ്സും ഇല്ല. എന്നാലും ഞാൻ എഴുതുകയാണ് ഈ A dot val equal to B dot val എന്നുള്ളത്. A dot val equal to B dot val into C dot val plus B dot val. So A is BCD എന്നെഴുതിയ പ്രൊഡക്ഷന്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത് whatever values are there in the B and C and D should be computed to get the value of A എന്നുള്ളതാണ് A gives BCD യുടെ മീനിങ്. ഇങ്ങനെ ഞാൻ എഴുതി വച്ചാൽ ഇതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? സെമാന്റിക് ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. ഇതിൽ ആർക്കും നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയോ എന്ന് എനിക്ക് സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ വീണ്ടും പറയുന്നത്. അപ്പോ ചുരുക്കത്തിൽ ഇവിടെ A gives BCD എന്ന പ്രൊഡക്ഷനെ ഒരു ട്രീ ആയി റെപ്രസെന്റ് ചെയ്യുമ്പോൾ A is the root and B, C, D are children. അതിൽ ആർക്കും സംശയമില്ല. Then the value of A is computed from the children. ആ റൂട്ടിന്റെ വാല്യൂ ചിൽഡ്രനിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നു, B star C plus D. ഇങ്ങനെയാണ് എന്റെ ഗ്രാമർ എങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയവുമില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതും A dot val equal to B dot val into C dot val plus D dot val എന്ന് എഴുതും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഗ്രാമർ. അപ്പൊ ഇത് തന്നെ പ്രൊഡക്ഷൻ എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. ഇത് തന്നെ പ്രൊഡക്ഷൻ എന്നിരിക്കട്ടെ. ഈ പ്രൊഡക്ഷനിൽ നിന്ന് ഇതിന്റെ സെമാന്റിക് ഇൻഫർമേഷൻ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. A dot val equal to B dot val star C dot val plus D dot val. അതായത് A is the root and I found the value of root from the children. So this type of attribute is called
synthesis attributes. Synthesis attribute. Spelling correct ആണോ ഞാൻ ഒന്ന് നോക്കി. Synthesized attribute. So, ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ഞാൻ അതുപോലെ വായിക്കുകയാണ്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്താണ്? Synthesized attributes means each one of okay. A synthesized attribute means evaluating semantic rules for the attributes at each node from their children, from the information from the children. Children എന്നുള്ള information use ചെയ്ത് ഓരോ നോഡിന്റെയും സെമാന്റിക് റൂള് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? എസ് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സിന്തസൈസ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഇതിൽ ഡൗട്ട് ഇല്ല. എസ് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സിന്തസൈസ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇനി ഇതേ പ്രൊഡക്ഷന് എ ഗീസ് ബി സ്റ്റാർ സി പ്ലസ് ഡി എന്നുള്ള അതേ പ്രൊഡക്ഷൻ തന്നെ. ആ പ്രൊഡക്ഷനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. ഇവിടെ ഞാൻ എഴുതുകയാണ്, പുതിയൊരു സെമാന്റിക് റൂൾ ഞാൻ എഴുതുകയാണ്, വേറൊരു സെമാന്റിക് റൂൾ ഞാൻ എഴുതുകയാണ്. ബി ഡോട്ട് വാൽ ഈക്വൽ ടു എ ഡോട്ട് വാൽ, സി ഡോട്ട് വാൽ ഈക്വൽ ടു ബി ഡോട്ട് വാൽ, B dot val equal to C dot val. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ അതിന്റെ പാരന്റിനെ യൂസ് ചെയ്തോ അല്ലെങ്കിൽ അതിന്റെ സിബിലിങ്സിൽ നിന്നോ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? ആ പോയിന്റ് ക്ലിയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഇതാണ്, ഈ ഒരു സാധനമാണ് എന്റെ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ. മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എയുടെ താഴെ വെറും ബി സി ഡി എഴുതുകയാണെങ്കിൽ അത് പാർട്സ് ട്രീ ആണ്. പാർട്സ് ട്രീ വിത്ത് സെമാന്റിക് ഇൻഫർമേഷൻ ഐ വിൽ കോൾ ഇറ്റ് ആസ് അനോട്ടേറ്റഡ് പാർട്സ് ട്രീ. So this is annotated parts tree. This is the output of semantic analysis phase. Here I can compute the value of root from the children. That means a dot val equal to b dot val, or a dot val equal to c dot val, or a dot val equal to d dot val. Then I can call it as synthesized attributes. Okay. Ini e annotated parts tree le b dot val അതിന്റെ പാരന്റ് ആയ എ ഡോട്ട് വാലിൽ നിന്നാണ് കമ്പ്യൂട്ട് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ സി ഡോട്ട് വാല് അതിന്റെ പാരന്റ് ആയ എ ഡോട്ട് വാലിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സിബിലിങ്സിൽ നിന്നോ ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നെങ്കിൽ, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് പിന്നെ പോട്ടെ, ഏതെങ്കിലും ഒരു സിബിലിങ്സിൽ നിന്നാണ് അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നെങ്കിൽ, അപ്പൊ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബി ഡോട്ട് വാൽ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് വാൽ, സി ഡോട്ട് വാൽ എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് വാൽ, ഡി ഡോട്ട് വാൽ എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് വാൽ. അതായത് ആട്രിബ്യൂട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത്
അതിന്റെ സിബിലിങ്സോ അതിന്റെ പാരന്റ്സോ നിന്നുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആട്രിബ്യൂട്ടുകളെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ക്ലിയർ? If the value of, or if we are computing the attribute value of a non-terminal by using the child, then we can call it as a synthesized attribute. And if we are computing the attribute value of a non-terminal by using the parent of that non-terminal as well as by using the sibling of that non-terminal, then we can call it as that attribute as inherited attribute. നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മള് പ്ലസ് താഴെ ചൈൽഡിലുള്ളതെല്ലാം കൂടെ കമ്പ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അത് സിന്തസൈസ് ചെയ്യാണ്. പക്ഷെ പാരന്റിൽ നിന്ന് നമ്മൾ വാല്യൂ കിട്ടുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എൻ ഇൻഹെറിറ്റൻസ്. ഓർ സിബിലിങ്സിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ്. നമ്മള് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മുടേതായ ഒരു അസറ്റ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അതിനെ സിന്തസൈസ്ഡ് അസറ്റ് എന്ന് വിളിക്കാം. നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു വീട് വാങ്ങിയാൽ അത് സിന്തസൈസ്ഡ് അസറ്റ് ആണ്. പക്ഷേ ഇപ്പൊ എന്റെ ബ്രദർ എനിക്കൊരു വീട് തരുവാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛൻ എനിക്കൊരു വീട് തരുവാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി, ഇൻഹെറിറ്റഡ് അസറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അപ്പോ നമ്മള് ഡെസ്ക് കാൽക്കുലേറ്റർ പഠിച്ചു. ഈ ഡെസ്ക് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഗെയിൻ ഞാൻ പറയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സാധനം. ഇതിൽ ഇന്നലെ കിരൺ ചോദിച്ച ഒരു സംശയത്തിനും കൂടെ റിപ്ലൈ എനിക്ക് ചെയ്യാനുണ്ട്. അതായത് ഇത് ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ ഓരോ പ്രൊഡക്ഷനും അതിന്റെ സെമാന്റിക് റൂളുമാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ എന്നോട് ഇന്നലെ കിരൺ ചോദിച്ചു എഫ് ഗീവ്സ് ബ്രാക്കറ്റിൽ ഇ അല്ലേ, അപ്പൊ എഫ് ഡോട്ട് വാൽ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്തല്ലേ മിസ് ഇ ഡോട്ട് വാൽ എന്ന് ചോദിച്ചു. അത് അങ്ങനെ അല്ല. എഫ് ഡോട്ട് വാൽ ഈക്വൽ ടു ഇ ഡോട്ട് വാൽ തന്നെയാണ്. കാരണം ഈ റെക്കോർഡിംഗ് ഞാൻ കിരണിന് കൊടുക്കും, അപ്പൊ കിരൺ കേൾക്കുമായിരിക്കും. അതായത് പരാന്തസിസ് എന്ന് പറയുന്നത് സിൻടാക്സ് ആണ്. പരാന്തസിസിനകത്ത് എഴുതുന്ന ആ ഇ എന്ന് പറയുന്നതാണ് ആക്ച്വലി സെമാന്റിക്. അപ്പോ പരാന്തസിസുകൾ ഒന്നും തന്നെ സെമാന്റിക് റൂൾസിൽ നമ്മൾ കണക്കാക്കില്ല. ബ്രാക്കറ്റിൽ എഴുതിയാലും എഴുതിയില്ലെങ്കിലും the semantic information is always same. അപ്പോ നമ്മുടെ പ്രൊഡക്ഷനിൽ പരാന്തസിസുകൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും സെമാന്റിക് റൂളിൽ നമ്മൾ എഴുതില്ല. ബിക്കോസ് പരാന്തസിസ് ആർ ഓൾവേസ് ചെക്ക്ഡ് ഇൻ ദ സിൻടാക്സ് അനാലിസിസ് സ്പേസ്. സിൻടാക്സ് അനാലിസിസ് സ്പേസിൽ മാത്രമേ ബ്രാക്കറ്റ്സ് ബ്രേസസ് ഒക്കെ കമ്പയർ ചെയ്യുന്നുള്ളൂ, ചെക്ക് ചെയ്യുന്നുള്ളൂ. സെമാന്റിക് ഇൻഫർമേഷൻ മാത്രമാണ് സെമാന്റിക് അനാലിസിസ് സ്പേസ് ചെയ്യുന്നത്. അപ്പോ ഒരു പ്രൊഡക്ഷന് ഇതുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിലും അത് സെമാന്റിക് ഇൻഫർമേഷൻ എഴുതുമ്പോൾ എഴുതില്ല. അപ്പോ ഇതാണ് ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ സെമാന്റിക് റൂൾസ്, പ്രൊഡക്ഷനും സെമാന്റിക് റൂൾസും. അപ്പൊ ഞാനിവിടെ ഈ എക്സാമ്പിളില് ഒരേ ഒരു പ്രൊഡക്ഷൻ എടുത്തിട്ട് ആ പ്രൊഡക്ഷന്റെ സെമാന്റിക് റൂളുകൾ എഴുതിയാണ് ഞാൻ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്താ, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്താ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞത്. അപ്പോ ഞാൻ ഈ ഒരു പ്രൊഡക്ഷൻ എടുത്തു, ആ പ്രൊഡക്ഷന്റെ സെമാന്റിക് റൂൾ എഴുതി. ഇങ്ങനെ ഈ പ്രൊഡക്ഷനും അതിന്റെ സെമാന്റിക് റൂളും കൂടി ഒരുമിച്ച് എഴുതുന്നതിനെയാണ് എന്ത് പറയുക, സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറയും. പ്രൊഡക്ഷൻ വിത്ത് സെമാന്റിക് റൂൾ എഴുതുന്നതിനെയാണ് എന്ത് പറയുക, സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറയാം, SDD. ആൻഡ് പ്രൊഡക്ഷന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പാർട്സ് ട്രീ ആണ്. സെമാന്റിക് ഇൻഫർമേഷൻ കൂടി പ്രൊഡക്ഷനിൽ ചേർക്കുമ്പോൾ അത് അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ആയി മാറുന്നു. അപ്പോ ഒരു പ്രൊഡക്ഷൻ അതിന്റെ കൂടെ സെമാന്റിക് റൂൾ അത് വരുമ്പോൾ നമ്മൾ അതിനെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നു. അപ്പോ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷന്റെ റെപ്രസെന്റേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അനോട്ടേറ്റഡ് പാർട്സ് ട്രീ എന്ന് വിളിക്കാം. A production or a grammar can be represented using a syntax tree.
A grammar with semantic rule can be called as syntax-directed definition. So the parse tree with the semantic rule is called annotated parse tree. So we can conclude that syntax-directed definitions can be represented using annotated parse tree. Okay. അപ്പോ ഒരു സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡെസ്ക് കാൽക്കുലേറ്റർ. ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ സെമാൻറ്റിക് ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടു റിമെമ്പർ ദിസ് ഡെസ്ക് കാൽക്കുലേറ്റർ സെമാൻറ്റിക് റൂൾസ്. ഇനി ഈ സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ, ഈ കാണുന്ന സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ കംപ്ലീറ്റ്ലി എസ് ആട്രിബ്യൂട്ട്സ് ആണ്. എല്ലാം സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് നോക്കിയേ, നമുക്ക് ട്രീയുടെ ഒരു പക്ഷം വെച്ച് ചിന്തിച്ചില്ലെങ്കിൽ വേറൊരു രീതിയിൽ ഞാൻ ഈ ഒരു ടേബിൾ വെച്ച് പറയാം. LHSന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം RHSന്റെ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഒരിടത്തും RHSന്റെ ആട്രിബ്യൂട്ട് LHSന്റെ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്ത ഒരു എക്സാമ്പിൾ ഇതിലില്ല. നോക്കിയേ, L is E എന്ന് പറഞ്ഞാൽ here L is the parent and E is the child. So the attribute of L is computed from their child. അതുപോലെ here E is E plus T, E is the parent and E plus T are the children. So the attribute value of E is computed from their children. And here E is the parent and T is the child. So the attribute value of E is computed from the child. So അങ്ങനെയാണ് എല്ലായിടത്തും. സോ ഈ ഒരു സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രം ഉള്ള ഒരു സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ആണ്. ഇത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രമുള്ള ഒരു സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ആണ്. അങ്ങനെയുള്ള സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനെ നമ്മൾ എന്ത് വിളിക്കും? എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ എന്ന് വിളിക്കും. എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ. അപ്പോ ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ആണ്. വൈ? Because all the attributes are synthesized attributes. That's why this syntax directed definition is also called S-attributed definition. Clear? ഇത് മനസ്സിലായി? ഇനി ഇത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ എഴുതിയപ്പോ വളരെ പ്രത്യേകമായി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ ബി ഡോട്ട് വാൽ എന്ന് പറഞ്ഞത് എ ഡോട്ട് വാൽ എന്ന് എഴുതി. അതായത് അതിന്റെ പാരന്റിൽ നിന്നാണ് ബി ഡോട്ട് വാല് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ബി ഡോട്ട് വാൽ ഈക്വൽ ടു സി ഡോട്ട് വാൽ എന്ന് ഞാൻ എഴുതിയില്ല. ശ്രദ്ധിക്കുക, ബി ഡോട്ട് വാൽ ഈക്വൽ ടു സി ഡോട്ട് വാൽ എന്ന് ഞാൻ എഴുതിയില്ല. അഫ്കോഴ്സ് സി ഈസ് ദ സിബ്ലിംഗ് ഓഫ് ബി. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിലെ ഞാൻ പറഞ്ഞത് we can compute the value of attribute by using parent or sibling. അപ്പൊ ഇവിടെ ബിയുടെ സിബ്ലിംഗ് ആണ് സി. സോ ബി ഡോട്ട് വാൽ ഈക്വൽ ടു സി ഡോട്ട് വാൽ എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതില്ല. എപ്പോഴും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൽ അതിന്റെ ലെഫ്റ്റ് സിബ്ലിംഗിന്റെ വാല്യൂ മാത്രമേ കമ്പ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുകയുള്ളൂ. ഇഫ് there is no left sibling, then you can take the value of parent. If there is no left sibling, then you can take the value of parent. ഇവിടെ നോക്കൂ, ബി എന്ന് പറയുന്ന ബി ഡോട്ട് വാൽ എന്ന ആട്രിബ്യൂട്ടിനെ ലെഫ്റ്റ് സിബ്ലിംഗ് ഇല്ല. സോ വി ഹാവ് കമ്പ്യൂട്ടഡ് ദ വാല്യൂ ഓഫ് ബി ഫ്രം യൂസിംഗ് ഫ്രം പാരന്റ്. സോ ബി ഡോട്ട് വാൽ ഈക്വൽ ടു എ ഡോട്ട് വാൽ. അതുപോലെ സി ഡോട്ട് വാൽ എന്ന് പറയുന്ന ഇതിനെ ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. പക്ഷെ നമുക്ക് ലെഫ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റൂ. ദാറ്റ് ഈസ് ബി സി ഡോട്ട് വാൽ ഈക്വൽ ടു ബി ഡോട്ട് വാൽ. ആൻഡ്
ഡി ഡോട്ട് വാൽ എന്ന് പറയുന്നത് അതിന്റെ ലെഫ്റ്റ് കിടക്കുന്നത് സി ഡോട്ട് വാൽ ആണ്. അപ്പോൾ ഡി ഡോട്ട് വാൽ ഈക്വൽ ടു സി ഡോട്ട് വാൽ. സി ഡോട്ട് വാൽ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിന്റെയും ലെഫ്റ്റ് സിബിലിങ്ങോ അല്ലെങ്കിൽ പാരന്റിൽ നിന്നോ നമ്മൾ വാല്യൂസ് എടുത്താണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ എന്തു പറയും? അങ്ങനെയുള്ള ഡെഫിനിഷൻസ് ആണ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസിനെ നമ്മൾ എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ എന്ന് പറയും. എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ. ആദ്യം എൽ ആട്രിബ്യൂട്ട് എന്താന്ന് മനസ്സിലാക്കുക. എൽ ആട്രിബ്യൂട്ട് ഈസ് ആൻ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. എൽ ആട്രിബ്യൂട്ട് ഈസ് എ, എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എന്നൊരു മീനിങ്ങേ ഉള്ളൂ കേട്ടോ. എൽ ആട്രിബ്യൂട്ട്സ് ഈസ് എ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് where attribute value of each non-terminal is evaluated from either parent or left sibling. Either parent or left sibling. So left siblingil നിന്നോ പാരന്റിൽ നിന്നോ മാത്രം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിനെ ലെഫ്റ്റ് ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ എൽ ആട്രിബ്യൂട്ട് എന്ന് പറയും. അങ്ങനെ ഉള്ള ഡെഫിനിഷനെ നമ്മൾ എന്തു പറയും? എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ എന്ന് പറയും. എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ എന്ന് പറയും. ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഒരു പ്രൊഡക്ഷൻ ആണ്. ഇത് ഒരു പ്രൊഡക്ഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡി ഗീസ് ടി എൽ, ഡി ഗീസ് ടി എൽ. ഈ ഡി ഗീസ് ടി എല്ലിനകത്ത് നോക്കൂ, എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ്. എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ്. ഈ ഒരു സെമാന്റിക് ഇൻഫർമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എൽ ഇൻ ഈക്വൽ ടു ടി ടൈപ്പ്. ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഓക്കെ, എന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇതൊരു എൽ ആട്രിബ്യൂട്ട് ആണ്. First of all, this is an example of L attribute definition. This is an example of L attribute syntax directed definition. And here L dot in is an inherited attribute because the value of non-terminal L is computed from the left sibling T. L in the attribute value അതിന്റെ ലെഫ്റ്റ് സിബിലിംഗ് ആയ ടി യൂസ് ചെയ്താണ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? എൽ ആട്രിബ്യൂട്ട് ആണ്. എൽ ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, എൽ ആട്രിബ്യൂട്ട് ആണ്. അതുകൊണ്ട് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ ആണ്. ഓഫ് കോഴ്സ് എൽ ആട്രിബ്യൂട്ട്, ഒരു എൽ ആട്രിബ്യൂട്ട് പ്രൊഡക്ഷൻ എങ്കിലും ഉണ്ടായിരുന്നാൽ അത് എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ കാണാം നിങ്ങൾക്ക് L gives L1, ID. L1, ID. ഈ L1, ID എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് കാണാം L1 ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഈക്വൽ ടു L ഡോട്ട് ഇൻ ആണ്. L1 ഡോട്ട് ഇൻ എന്ന് പറയുന്നത് L ഡോട്ട് ഇൻ ആണ്. ദാറ്റ് മീൻസ് ഒരു നോൺ ടെർമിനലിന്റെ ആട്രിബ്യൂട്ട് വാല്യൂ അതിന്റെ പാരന്റ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എക്സാമ്പിൾ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, അത് നോക്കണ്ട. ബട്ട് ഞാൻ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിന്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോ എടുത്തത്. സോ ഈ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കണ്ടാൽ ഇത് എന്താണ്? ഒരു എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ ആണ്. ഓക്കെ,
ഇനി ഞാന് അപ്പോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എടുക്കാം. നോക്കൂ, ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിരിക്കുന്നതാണ്. ഗീവ് ദ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ഫോർ ദ എക്സ്പ്രഷൻ 3 star 5 plus 2. സോറി, പ്ലസ് ആണ്. 3 star 5 plus 2. ഇങ്ങനൊരു ഇത് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, യൂസ് ദ ഡെസ്ക് കാൽക്കുലേറ്റർ സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ. ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ വെച്ചിട്ട് ഇതിന് ഒരു അനോട്ടേറ്റഡ് പാർട്സ് ട്രീ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൈൻ എ സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ ഫോർ എ ഡെസ്ക് കാൽക്കുലേറ്റർ ദാറ്റ് പ്രിന്റ്സ് ദ റിസൾട്ട്. അവിടെ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുത്ത്, ഇത് ഒരേ വർഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരേ ഇയറിൽ 2019 ഒരേ ഇയറിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. അവിടെ യു ക്യാൻ ടേക്ക് ദിസ് എക്സാമ്പിൾ ഇറ്റ്സെൽഫ് ആൻഡ് യു യൂസ് ദ ഡെസ്ക് കാൽക്കുലേറ്റർ ഫോർ ദ എക്സ്പ്ലനേഷൻ. അടുത്ത വീണ്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ എസ് ആട്രിബ്യൂട്ട് ആൻഡ് എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ, ഗീവ് ആൻ എക്സാമ്പിൾ ഈച്ച്. ഞാൻ പറഞ്ഞ എ ഗീവ്സ് ബി സി ഡി എന്നുള്ള എക്സാമ്പിൾ മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. So define S attributed and L attributed definition, give an example each. And നാലാമത്തെ ക്വസ്റ്റ്യൻ, what are annotated parts tree, give example. ഏതെങ്കിലും ഇപ്പൊ ഇതിന്റെ തന്നെ annotated parts tree ഇവിടെ എടുത്ത് വരച്ചിട്ട് അതിന്റെ വരച്ചാൽ മതി. എന്താണ് annotated parts tree എന്നൊരു ഡെഫിനിഷനും എഴുതിയാൽ മതി. Then ഇവിടെ explain the syntax directed definition of a simple desk calculator. വീണ്ടും ആ ടേബിൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഇവിടെ ചോദിച്ചിരിക്കുന്നു, വാട്ട് ഈസ് ആൻ SBD ആൻഡ് ഷോ ആൻ എക്സാമ്പിൾ. 2018 ക്വസ്റ്റ്യൻ ആണ്. സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ എന്താന്ന് മാത്രം എഴുതാൻ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ അവിടെയും നിങ്ങൾക്ക് ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ എക്സാമ്പിൾ യൂസ് ചെയ്യാം. ദെൻ വീണ്ടും കണ്ടോ, ഗീവ് ദ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ഫോർ ദ എക്സ്പ്രഷൻ. ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. ഡെസ്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക. പറ്റില്ല എങ്കിൽ അടുത്ത ദിവസം എന്നോട് പറയുക. ഡെസ്ക് കാൽക്കുലേറ്റർ വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്തായാലും ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ഇന്ന് വാട്സാപ്പിൽ ഇടും. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഞാൻ ഇതിൽ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്ത് കാണിക്കാം. ഞാൻ ചെയ്ത് കാണിക്കാം. ഒരു മിനിറ്റ്. ഇവിടെ എനിക്ക് പാർട്സ് ട്രീ വരയ്ക്കാൻ പറ്റില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഗീവ് ദ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ഫോർ എക്സ്പ്രഷൻ 4 star 7 plus 1 star 2. ഈ ഒരു എക്സ്പ്രഷന്റെ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ വരയ്ക്കണം യൂസിങ് ദ ഡെസ്ക് കാൽക്കുലേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ ഡെഫിനിഷൻ, ഗ്രാമറും അതിന്റെ ഡെഫിനിഷനും ഒക്കെ ഇവിടെ ഉണ്ട്. ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ ഇവിടുത്തെ ഡെഫിനിഷനും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് പ്രൊഡക്ഷൻ മാത്രം എഴുതി പോവാണ്. നിങ്ങൾ അതിന്റെ പാർട്സ് ട്രീ വരച്ചാൽ മതി. സോ എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങാൻ എല്ലിൽ നിന്നും തുടങ്ങാം. സോ എൽ ഗീവ്സ് ഇ. ദെൻ ഞാൻ അതിൽ നിന്ന് ഇ ഗീവ്സ്, ഇക്ക് പകരം ഞാൻ എന്ത് എഴുതാം? ഇക്ക് പകരം ഇവിടെ എനിക്ക് ഇക്ക് പകരം ഇ പ്ലസ് ടിയും എഴുതാം, ടിയും എഴുതാം. ഞാൻ ഇവിടെ ടി ആണ് എഴുതുന്നത്. എന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഞാൻ ഇക്ക് പകരം ടി ആണ് എഴുതുന്നത്. ദെൻ ടിക്ക് പകരം എനിക്ക് എഫും എഴുതാം, പി സ്റ്റാർ എഫും എഴുതാം. ഞാൻ പി സ്റ്റാർ എഫ് ആണ് ഇവിടെ എഴുതുന്നത്. ദെൻ അടുത്ത ടിക്ക് പകരം വീണ്ടും എനിക്ക് ടി സ്റ്റാർ എഫും എഴുതാം, എഫും എഴുതാം. പക്ഷെ ഞാനിവിടെ എഫ് ആണ് എഴുതുന്നത്, എഫ് സ്റ്റാർ എഫ്. എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ദെൻ ഈ എഫിന് പകരം എന്റെ ക്വസ്റ്റ്യനിൽ ഒരു ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ആ എഫിനെ ഞാൻ ബ്രാക്കറ്റ് ഇ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ബ്രാക്കറ്റ് ഇ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തു. ഇനി വീണ്ടും ഞാൻ ആ ബ്രാക്കറ്റിനകത്തുള്ള ഇയെ ഇ പ്ലസ് ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ചോദിച്ചിരിക്കുന്നത്. 10 മാർക്സ് ക്വസ്റ്റ്യൻ. അപ്പൊ അത്രയും തന്നെ ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡെറിവേഷൻ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് പാർട്സ് ട്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റൂ. സോ ഇ ഗീസ് ഇ പ്ലസ് ടി സ്റ്റാർ എഫ് ആണ്, അത് റീപ്ലേസ് ചെയ്തു. ഇനി ഞാൻ ഈ ഇയെ ടി വെച്ച് ഞാൻ വീണ്ടും അതിനെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയുക. ടി വെച്ച് ഞാൻ അതിനെ വീണ്ടും റീപ്ലേസ് ചെയ്തു. ഇനി ഞാൻ ആ ടിയെ വീണ്ടും ടി സ്റ്റാർ എഫ് വെച്ച് ഞാൻ വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ് ടിയെ. ഇവിടെ എല്ലാം ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിനാണ് ഞാൻ ഇവിടെ ഓരോ സ്ഥലത്തും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പ്രൊഡക്ഷൻസ് എടുക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ഉദ്ദേശം ഈ സ്ട്രിങ്ങിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏകദേശം ഈ സ്ട്രിങ്ങിന്റെ ഒരു ഫോമില് കാര്യങ്ങൾ എത്തി. ഇനി എനിക്ക് ഇവിടെ ഡയറക്റ്റ് ടിക്ക് ഞാൻ എഫ് കൊടുക്കുന്നു. എഫ് സ്റ്റാർ എഫ് പ്ലസ് ടി ബ്രാക്കറ്റ് സ്റ്റാർ എഫ്. ഇനി എനിക്ക് ഇതിന് ഡയറക്റ്റ് എഫിന് എന്ത് കൊടുക്കാം? ഡിജിറ്റ് കൊടുക്കാം. സ്റ്റാർ എഫ് പ്ലസ് ടി സ്റ്റാർ എഫ്. ഇവിടെ ഞാൻ വീണ്ടും ഡിജിറ്റ് കൊടുക്കുന്നു. അതെ, ഇനി ലെഫ്റ്റ് മോസ്റ്റ് കിടക്കുന്ന നോൺ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അവിടെയും ഞാൻ ഡിജിറ്റ് കൊടുക്കുന്നു. then പ്ലസ് ടി സ്റ്റാർ എഫ്. ഇനി ലെഫ്റ്റിൽ കിടക്കുന്ന നോൺ ടെർമിനൽ എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ ഞാൻ അവിടെ ഡിജിറ്റ് സ്റ്റാർ ഡിജിറ്റ് പ്ലസ് ഡിജിറ്റ് സ്റ്റാർ എഫ് കൊടുക്കുന്നു. ഇനി എന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന നോൺ ടെർമിനൽ എന്ന് പറയുന്നത് എഫ് ആണ്. ഞാൻ അവിടെയും വീണ്ടും ഡിജിറ്റ്. ഇത്രയും ചെയ്യുമ്പോഴാണ് എനിക്ക് എന്റെ ക്വസ്റ്റ്യന്റെ അതേ രൂപത്തിലുള്ള ഇത് എനിക്ക് ഡെസ്ക് കാൽക്കുലേറ്ററിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇത്രയും ഡെറിവേഷൻ എഴുതിയ ശേഷം ഞാൻ എന്ത് ചെയ്യണം? ഇതിനെയെല്ലാം ഒരു ട്രീ ആയിട്ട് വരയ്ക്കണം. നിങ്ങൾക്ക് ഇപ്പൊ കൈ കൊണ്ടാണല്ലോ പരീക്ഷയ്ക്ക് വരയ്ക്കുന്നത്, അപ്പൊ വളരെ എളുപ്പത്തിൽ വരയ്ക്കണം. വരച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ലീഫില് ഓരോ ഡിജിറ്റിനും വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുത്തു വരുമ്പോ എന്നിട്ട് ബോട്ടം അപ്പ് ഇവാലുവേഷൻ ചെയ്യണം. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ബോട്ടം അപ്പ് ഇവാലുവേഷൻ ചെയ്യണം. ഇവിടെ ഏകദേശം ആൻസർ എത്ര വരും? 58 കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. 7 into 4 ആയിരിക്കും ആദ്യം ചെയ്യുക. ദാറ്റ് ഈസ് 28. ആ 28 1ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 29. 29 into 2 58 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡെസ്ക് പ്രൊഡക്ഷൻസ് ഒന്നും തരില്ല. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡ്രോ ദ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ഫോർ ദിസ് ഇൻപുട്ട് എക്സ്പ്രഷൻ യൂസിംഗ് ഡെസ്ക് കാൽക്കുലേറ്റർ. യൂസിംഗ് ഡെസ്ക് കാൽക്കുലേറ്റർ എന്നുള്ള വേർഡ് പോലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഗീവ് ദ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ഫോർ ദ എക്സ്പ്രഷൻ. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തരിക ചെയ്യും. അപ്പൊ അതിന്റെ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ നമ്മൾ വരയ്ക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ കുറച്ച് പാടുള്ളതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.